നമസ്കാരം. ഏകീകൃത സിവിൽ കോഡ് ബില്ല് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഇതിൻ്റെ കരട് ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെ എതിർക്കില്ല എന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏകീകൃത ബിൽ അവതരണത്തിനും അതിന്മേലുള്ള ചർച്ചകൾക്കുമായി 5 ദിവസത്തെ നിയമസമ്മേളനമാണ് ഇതിനായി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഇങ്ങനെയാണ്: ഏകീകൃത സിവിൽ കോഡ് ബില്ലിനോട് തങ്ങൾക്ക് എതിർപ്പില്ല, എന്നാൽ MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ BJP പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതി അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. രാവിലെ ഭരണഘടനയുടെ ഒരു കോപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിയമസഭയിൽ എത്തിയത്. കോൺഗ്രസ് നിയമസഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി കരട് ബിൽ അവതരിപ്പിച്ചപ്പോൾ BJP അംഗങ്ങൾ ജയ് ശ്രീറാം, വന്ദേമാതരം വിളികൾ മുഴക്കി. ഉത്തരാഖണ്ഡിലെ പൗരന്മാർക്ക് തുല്യ അവകാശങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ വ്യവസ്ഥകൾ പഠിക്കാൻ സമയം നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിച്ചിരുന്നു. ബില്ല് നിയമമാകുന്നതോടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഇത് സംബന്ധിച്ച കരടിന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉത്തരാഖണ്ഡിലെ മന്ത്രിസഭാ യോഗം അന്തിമ അംഗീകാരം നൽകിയത്.